പിന്നെന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നേ? പള്ളി വരെ പോയതാ, കുറച്ച് കണക്ക് നോക്കാനുണ്ടായിരുന്നു. അപ്പൊ ആ കൂടെ രാവിലത്തെ നടപ്പ് ആകുമല്ലോ എന്ന് വിചാരിച്ച്. നടന്ന് ക്ഷീണിച്ചോ? ക്ഷീണിച്ചിട്ടൊന്നുമില്ല. എന്നാ ഞാൻ പോട്ടെ. അതേ ഈ പിന്നെ അപ്പത്തെ കൂടെ കയറിക്കോട്ടെ. നടക്കാൻ ഇറങ്ങിയാളോ? കൊളസ്ട്രോൾ കുറച്ച് കുറയട്ടെ, നടന്ന് തന്നെ വന്നാ മതി. അപ്പച്ചന്റെ മോള് തന്നെ. മോടപ്പച്ചനല്ലേ? കിട്ടോ? ഞാൻ ഇതിന്റെ പുറകെ കയറി വരണം. നിന്റെ അമ്മ കണ്ട സംഗതി കുഴപ്പാ. ഒരു ചൂടപ്പോ. മേലനങ്ങി വേർക്കോളം നടന്നേച്ചേ വരുള്ളൂ എന്നും പറഞ്ഞു പോയ പാർട്ടിയാ. തടി കുറഞ്ഞത് തന്നെ. അങ്ങനെ കുറച്ചായിരിക്കും ഈ തടിയല്ലേ? പനി വരുമെന്ന് കളിയാക്കല്ലേ കുറച്ച് കൂടുന്നു. എന്താണ് ജോയിക്കുട്ടി പ്രശ്നം? എന്ത് പ്രശ്നം? വാടകക്കാരെ ഒഴിപ്പിക്കുന്ന പ്രശ്നേ. പള്ളി വക സ്ഥലവാ, പണ്ടാര മുതലോടെ കിടന്ന് ഇറങ്ങണ്ട എന്നാളെ വിട്ട് പറഞ്ഞു. പള്ളിവാതക്കലേക്കറിയാച്ചാൻ എന്റെ കൊച്ചപ്പനാണെങ്കിൽ ആ കൊച്ചപ്പൻ ഈ ഇടവക കൈക്കാരനാണെങ്കിൽ സൂചിപ്പിക്കുന്ന എന്തിനാന്ന് മനസ്സിലായി. കാര്യം പറ. കുടിശ്ശിക തീർത്ത് സ്ഥലം ഒഴിഞ്ഞിട്ടില്ലേല് തടി കേടാവെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ വല്ല കയ്യേറ്റത്തിനും പോയോടാ? തൽക്കാലം പോയില്ല, പക്ഷേ സംഭവം നടന്നേക്കുന്നൊരു തോന്നലുണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാ പിടിച്ചേ, ഇതങ്ങോട്ട് കഴിക്കാൻ. അയ്യേ, ഞാൻ കഴിക്കത്തില്ല. കൊച്ചപ്പ എന്താ ഇത്? വേണമെങ്കിൽ വാങ്ങിച്ചു കുടിക്കണാവേ. ഒരുപാട് കൈക്കൂലി വാങ്ങിക്കുന്ന പോലീസുകാരൻ്റെ സ്വഭാവം കാണിക്കാതെ. സംഗതി കൊള്ളാം, ഇവിടെ വെച്ചായിക്കോ. പക്ഷെ ക്ലബിൽ കിടന്നുള്ള കളിയുണ്ടല്ലോ, പരമ പോറാ. എന്താ ഇവിടെ ഒരു ഗൂഢാലോചന? എന്താ ഇവിടെ ഒരു സ്മെല്ല്? സ്മെല്ലോ? അതാ ഞാനും ആലോചിക്കുന്നത്. കൊറേ നേരമായി. ഇനി ഈ പൂവിന്റെ ചെടിയുടെ മറ്റുമാണോ? അതിന്റെ വല്ലതും ആയിരിക്കും. അത് വെള്ളമാടി, ഭയങ്കര ദാഹം. ഇതാ ഇവിടെ പരിപാടി അല്ലേ? അതും കുപ്പിയോടെ. ഞാൻ അപ്പഴേ ഇവനോട് പറഞ്ഞാണ്. അയ്യോ, കേക്കണ്ടേ? കൊച്ചപ്പൻ എന്ന് പറയുമ്പോ ഇവന്റെ തന്തയുടെ സ്ഥാനമല്ല എനിക്ക്. എന്റെ മുമ്പിൽ കുപ്പിയായിട്ട് വന്ന് കഴിക്കണമെങ്കിൽ ഇവൻ ആരാ? അയ്യോ കൊച്ചപ്പ, അത് പിന്നെ ഞാൻ ശരിയല്ലടാ ഇതൊന്നും. 100 തവണ ഞാൻ പറഞ്ഞ എന്നിട്ടും ചോദിച്ചും കേട്ടില്ല അല്ലേ? ഇല്ലെന്ന്. എങ്കിലേ ഈ പണി ഇവിടെ പറ്റില്ല. പിടിച്ചേ പിടിച്ചേ. ജുബയുടെ പോക്കറ്റിൽ സ്ഥലമില്ലേ? വെച്ചോ. എന്നിട്ട് വേഗം സ്ഥലം വിട്ടെ. എന്നാ പിന്നെ ഞാൻ പോവാൻ മറ്റോ ചെയ്യാം അല്ലേ കൊച്ചപ്പ? ബൈക്കിൽ പോകുമ്പോ ആ കുപ്പിയൊക്കെ ആയിട്ട് പോകാടാ. വല്ലതും വെച്ചിട്ട് പോ. കുപ്പി പൊട്ടി വല്ലതും കൊണ്ടു കയറി എന്റെ മോളെ ഒരു അപകടം ഉണ്ടാകാൻ എന്നാ സമയം വേണം? നീ എന്തു പാടി എന്നെ ഒരുമാതിരി ഈ കള്ളം വരെ നോക്കുന്നല്ലോ. അതോ, അപ്പച്ചനാകെ കഴിക്കാവുന്നത് ഒരു പെഗ്. അതകത്ത് ചെന്നിട്ടുണ്ടെന്ന് കുപ്പിയുടെ അളവ് കണ്ടപ്പോ മനസ്സിലായി. എന്നിട്ട് ജോയിച്ചൻ അത് ഇവിടെ വെച്ചിട്ട് പോണം, അപ്പച്ചൻ അതെടുത്ത് കട്ടുകുടിക്കണം. അങ്ങനെ അങ്ങ് സുഖിക്കണ്ട മോടപ്പച്ചൻ, കേട്ടോ? അതെ, ഇന്നെന്താ ആരും പ്രാർത്ഥിക്കാൻ വരുന്നില്ലേ? ഇപ്പൊ വരാം.
മഞ്ഞനിക്കര തീർത്ഥയാത്രയ്ക്ക് ഇക്കൊല്ലം നമ്മുടെ ഇടവകയിന്ന് 51 പേരെങ്കിലും വരണമെന്നാ അച്ഛൻ പറയുന്നത്. വരണവര് വന്നാ മതി. ആള് കൂടിയ അതും ഇടങ്ങേറാ. ആ അത് നേരാ. അയ്യോടി അന്നക്കുട്ടി, ഇത് ശരിക്കും പഴുത്തിട്ടില്ല. കറിയാച്ചന് ഇത് എൽസമ്മയ്ക്കാ. അവക്ക് ഇത്രേ പഴുക്കാവൂ. ഇവിടെ ഇപ്പൊ പഴന്തീറ്റയൊന്നുമില്ല. കൊളസ്ട്രോൾ കൂടുമെന്ന് പറഞ്ഞ് ഭക്ഷണമൊക്കെ കുറച്ചിരിക്കുക. ഞാൻ ഇറങ്ങട്ടെ, 100 കൂട്ടം പണി കിടക്കുന്നു. വല്ലതും കഴിച്ചേച്ച്. ആഹാ, അപ്പൊ പിന്നെ അവിടെ ഉണ്ടാക്കിയത് ആര് കഴിക്കാനാ? പള്ളിന്ന് വരുമ്പോ ഉള്ള പതിവ് മുടക്കണ്ടെന്ന് കരുതിയല്ലേ ഈ ഒരു കാപ്പി തന്നെ. അന്നക്കുട്ടി, മത്തായി കുഞ്ഞ് ഇന്നലെ വന്നപ്പോഴും ചോദിച്ചു ആ പുതിയ കാവുകാരുടെ ബന്ധുതയുടെ കാര്യം. എന്റെ ചേട്ടത്തി, അവള് കൊച്ചല്ലേ, പഠിപ്പ് ആദ്യം കഴിയട്ടെ. എന്നിട്ട് മതി. ചേട്ടത്തിയേ, ഇവിടെ പഠിക്കാൻ പിടിക്കുക. എത്ര പഠിക്കണോ അത്രയും പഠിപ്പിക്കുക അപ്പച്ചന്റെ മോളെ. പഠിച്ചു മിടുക്കിയായി കളക്ടറോ മജിസ്ട്രേറ്റോ ഇനി അതിനും അപ്പുറം പ്രധാനമന്ത്രിയോ അല്ല. പ്രധാനമന്ത്രി ഞാൻ പഠിപ്പിന്റെ ആവശ്യമുണ്ട്. ആ ഏതുവരെയാണോ അതുവരെ. എന്നിട്ട് അങ്ങനെയുള്ളൊരു പെണ്ണിനെ കേട്ടാൻ ആവതുള്ളൊരു ചെറുക്കൻ വരട്ടെ, അപ്പൊ നമുക്ക് ആലോചിക്കാം കല്യാണം. അങ്ങനെയല്ലേ മോളെ? പറഞ്ഞു കൊടുക്ക എന്റെ അപ്പച്ച, രണ്ടിനും വിവരം ഉണ്ടാകട്ടെ. ഓ, അധികം നകളിക്കണ്ട. ഒരപ്പച്ചന്റെ മോള്. ഞാൻ ഇറങ്ങട്ടെ. ചേട്ടത്തി കാപ്പ് കുടിച്ചു. പിന്നല്ലാണ്ട് ഞാൻ വിടുവോ? പറയണത് കേട്ടാ തോന്നുന്നു ഓരോന്ന് ഓർമ്മിപ്പിച്ചിട്ടാ ഞാൻ ചെയ്യണേന്ന്. ഈ കാലത്തെ വഴക്കുണ്ടാക്കില്ല, എനിക്ക് വയറ് കത്തുന്നു. വല്ലതും വിളമ്പി വെക്കടി. ഹലോ, ഓ, തോട്ടത്തിലെ കാര്യങ്ങൾ കഴിഞ്ഞാൽ നേരത്തെ വീട്ടിലെത്തിക്കോണേ. റബ്ബർ ബോർഡും ബ്ലോക്ക് ഓഫീസും കർഷക സംഘവും ഇടവക ഭരണവും എല്ലാം കഴിഞ്ഞിട്ടാവാൻ നിക്കരുത്. ഉത്തരവേ. അതുപോലെ ക്ലാസ് കഴിഞ്ഞ് കളിയും പ്രാക്ടീസും പറഞ്ഞ് വീട്ടിലെത്താൻ താമസിയാക്കരുത്. ഉത്തരവേ. വെക്കോ വെക്കോ, കേറി വെക്കോ. കുടിച്ചു പോണേ. എടാ ജോയ്ക്കുട്ടി, എഴുന്നേക്ക്. കൊച്ചമ്മ വന്നിരിക്കുന്നു. അയ്യോ അമ്മച്ചി, ഞാൻ റെഡിയാന്ന് പറഞ്ഞേ. നീ ഒന്ന് പെട്ടെന്ന് വാ. അവനെവിടെ? കാപ്പ് കുടിക്കുക, ഇപ്പൊ വരും. ആ, ഈ പറഞ്ഞ നുണയാണെന്ന് ചേട്ടത്തിന് മുഖത്ത് നോക്കി അറിയാം. അവൻ എഴുന്നേറ്റ് കാണത്തില്ല. കൊരങ്ങൻ. ഇന്നലെ പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാ തോട്ടത്തിൽ പോണം, രാവിലെ 9 മണിക്ക് റെഡിയാവണമെന്ന്. കരേജ് ഇറങ്ങി വാ, ഒരു ഗ്ലാസ് കാപ്പ് കുടിച്ചിട്ട് പോവാം. ഓ, ഞാൻ ഇപ്പൊ വീട്ടിൽ നിന്ന് കാപ്പ് കുടിച്ചല്ലേ ഉള്ളു. ഒന്ന് വേഗം റെഡിയാടാ സായിപ്പേ. മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫാദർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ആ, ഗുഡ് മോർണിംഗ് ഫാദർ. മോർണിംഗ്. ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. അവിടെ ഇപ്പൊ പറഞ്ഞ പള്ളി പറഞ്ഞാ മതി കേട്ടോ. ആ. അടി. ഗുഡ് മോർണിംഗ് അച്ഛമ്മ. ഗുഡ് മോർണിംഗ്. സോറി, പുസ്തകം ഒന്ന് വെച്ചതാ. പറയൂളൂ. ഫാദർ പുത്തന്തറ. യെസ്. എന്റെ പേര് ജോൺസൺ. അതായിക്കോട്ടെ, താൻ ആരാണ്, എന്തിനാണ് വന്നത്, ഇതൊക്കെ അറിഞ്ഞിട്ട് വേണം താൻ എന്റെ മുമ്പ് ഇരിക്കണോ വേണ്ടോ ഞാൻ തീരുമാനിക്കാൻ. അതിനുമ്പ് താൻ കസേര വലിച്ചിട്ട് കയറിയിരുന്നത്. സോറി, ഞാൻ പെരുമാടൻ ഐസക്കച്ചൻ പറഞ്ഞിട്ട് വന്നതാ. ഇരിക്കും. ഐസക്കച്ചനോ? അച്ഛൻ സുഖം തന്നെയല്ലേ? അതെ. പിന്നെ ഇവിടെ ബാസ്കറ്റ്ബോൾ ടീമിന് ഒരു കോച്ചിനെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നില്ലേ? ആവശ്യപ്പെട്ടിരുന്നോന്ന്. ഇന്ന് വരും നാളെ വരും എന്നും പറഞ്ഞ് നോക്കിയിരിക്കല്ലായിരുന്നോ? ഐസക്കച്ചനോട് പറഞ്ഞ് എങ്ങനെ ഒരു കോച്ചിനെ കണ്ടുപിടിക്കാമെന്ന് സ്റ്റാഫ് കൗൺസിൽ ഞാൻ ഏറ്റുപോയതാ. ആ, ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ അച്ഛൻ ഒരു നല്ല കക്ഷിയാ. സ്പോർട്സിന്റെ കാര്യത്തിൽ നമ്മുടെ കോളേജ് ഒട്ടും പുറകെ പോരുന്ന വലിയ വാശിയുള്ള ആളാ. കംപ്ലീറ്റ് എനിക്ക് വിട്ടുതരിക. പിന്നെ ഫിസിക്കൽ ഡയറക്ടർ ഈനാശുവിനെയും കൂട്ടി നമുക്ക് ഇപ്പൊ തന്നെ പ്രിൻസിപ്പൽ കണ്ടുകളാ. കുഴപ്പമൊന്നുമില്ല, ഉറക്കമാ.